കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 11, 12, 13 വാക്യങ്ങൾ. ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യൻ ആര് എന്ന് അന്വേഷിപ്പിൻ. പുറപ്പെടുവോളം അവിടെ തന്നെ പാർപ്പിൻ. ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറവിൻ. വീടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ. യോഗ്യതയില്ല എന്ന് വരികിൽ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ. ഈ വചനം വളരെ മനോഹരമാണ്, വളരെ പ്രയോജനമുള്ളതാണ്. നമ്മളറിയാതെ നമ്മുടെ വീട്ടിലേക്ക് ദൈവദൂതന്മാർ വരുന്നു എന്നുള്ളത് അബ്രഹാമിൻ്റെ അനുഭവം നമ്മളെ കാണിച്ചു തരുന്നു. ഇബ്രായ ലേഖനത്തിൽ അത് പരിശുദ്ധാത്മാവ് ഊന്നി പറയുന്നു. അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. എത്രയോ ആൾക്കാർ ദൈവദൂതന്മാർ വീട്ടിൽ വന്നിട്ട് അവരെ നിരാശപ്പെടുത്തി പറഞ്ഞയച്ച് കാണും. സ്വർഗത്തിൻ്റെ വലിയ കലവറ അവരുടെ വീടിൻ്റെ മുകളിൽ തുറക്കാൻ റെഡിയായിരിക്കുമ്പോൾ അവരുടെ പല വർഷത്തെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മറുപടിയായിട്ട് ദൈവദൂതന്മാർ വന്നപ്പോൾ അവർ വാതിൽ കൊട്ടിയടച്ച് കളഞ്ഞു. ഇവിടെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങളൊരു നാട്ടിൽ ചെന്നാൽ ആ നാട്ടിൽ കൊള്ളാവുന്നവൻ ഏതാണെന്ന് നോക്ക്, യോഗ്യതയുള്ളവൻ ആരാണെന്ന് നോക്ക്, അവൻ്റെ വീട്ടിൽ ചെല്ല്, വന്ദനം പറ. ആ വന്ദനത്തിൽ ഇവർക്ക് വേണ്ട പ്രൊവിഷനും അവന് വേണ്ട അനുഗ്രഹമുണ്ട്. അവിടെ ഇത് റിസീവ് ചെയ്യാൻ പാകത്തിനൊരുത്തനുണ്ടെങ്കിൽ, കണ്ടോ എത്ര ഗൗരവമായിട്ട് നമ്മൾ അതിഥികളെ സ്വീകരിക്കണം, വഴിപോക്കരെ കാണണമെന്നുള്ളതിൻ്റെ ദൂതല്ലേ ഇത്. ട്രാക്റ്റുമായിട്ട്, സന്ദേശമായിട്ട്, സുവിശേഷ വേലയുമായിട്ട് ദൈവദാസന്മാർ വീടുകളിൽ കയറി വരുമ്പോൾ അവരെ ഒരു ശല്യമായിട്ട് കാണരുത്. ഞങ്ങൾക്കറിയാമെന്നും പറയരുത്, ഞങ്ങളിത് കുറേ കണ്ടിട്ടുണ്ടെന്നും പറയരുത്. ശോധന ചെയ്യുക, പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മറുപടിയുമായിട്ടായിരിക്കും അവർ വരുന്നത്. ഇവിടെ പറയുന്നു, രണ്ട് പേര് വീതമായിട്ടാണ് കർത്താവ് അയച്ചത്. അവർ 2 പേരൊരു വീട്ടിൽ വന്നു. അവർ 2 പേരെ സ്വീകരിക്കണം, അവരെ താമസിപ്പിക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം. ബുദ്ധിയിൽ ചിന്തിച്ചാലോ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ അവിടെ എഴുതിയിട്ടുണ്ട്, യോഗ്യതയുള്ളവനാരെന്ന് നോക്കി എന്ന് പറഞ്ഞാൽ ഈ 2 പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള വീടും കാര്യങ്ങളും എല്ലാം ദൈവം തന്നിട്ടുണ്ട്. ഈ മനസ്സുകൂടെ നീ ഒന്ന് പ്രാപിച്ചാൽ അടുത്ത വിശാലതയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകാൻ പോവുക. ഈ പാസേജിൽ സ്വീകരിക്കാത്ത അല്ലെങ്കിൽ ശിഷ്യന്മാരെ കൈക്കൊള്ളാത്തവർക്കുള്ള ശിക്ഷ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ. സോദോം ഗൊമോറ ദേശത്തിന് വന്നതിനേക്കാളും വലിയ ദുരന്തം വരുമെന്ന് എഴുതിയിരിക്കുന്നു. കാരണം സോദോമിലും ഗൊമോറയിലും കർത്താവ് ദൈവദൂതന്മാരെ അയച്ചു. അവരോട് അവരെങ്ങനെയാണോ പെരുമാറിയത് അതനുസരിച്ചാണ് അവർക്ക് കണക്കിട്ടത്. അവിടെ വഴിപോക്കരായിട്ടാണ് വന്നത്. ലോത്തിൻ്റെ വീട്ടിലേക്കാണ് വന്നത്. ഇവിടെ നിങ്ങളുടെ വീട്ടിലേക്കാണ് വന്നത്. നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടാണ് വന്നത്, നമുക്ക് അനുഗ്രഹമായിട്ടാണ് വന്നത്. അപ്പോൾ പ്രായോഗികമായിട്ട് ചില ബുദ്ധിമുട്ടുകളില്ലേ? ഇല്ല, ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ സ്ഥലമില്ല, കൊടുക്കാനൊന്നുമില്ല. വേണ്ട, കൊടുക്കാനുള്ളത് ദൈവം തരും. മനസ്സുണ്ടോ എന്നുള്ള പ്രധാനം. അവർ പറയുന്ന വന്ദനം റിസീവ് ചെയ്യുവാൻ ഈ വരുന്ന ശിഷ്യന്മാരെക്കുറിച്ചൊരു സമാധാനം നിൻ്റെ അകത്തുണ്ടോ എന്നുള്ളതാണ് വിഷയം. ആ വിശാലത ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ വിശാലതയും ദൈവം തരും. ഈ എളിയവരിൽ ഒരുത്തന് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ കൊടുത്താൽ പ്രതിഫലം ഉണ്ടാകുന്നു. എല്ലാവരും ചീത്ത പറയുന്നു, അതുകൊണ്ട് ഞാനും ചീത്ത പറയുന്നല്ല. എല്ലാവരും അവരെ കള്ളാന്ന് വിളിക്കുന്നു, വ്യാജന്മാരെന്ന് വിളിക്കുന്നു, അതുകൊണ്ട് ഞാനും വിളിക്കുന്നു. അല്ല, നിൻ്റെ അകത്തൊരു വെളിച്ചം തന്നിട്ടുണ്ട്, നിൻ്റെ അകത്തൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നിൻ്റെ വീട്ടിലോട്ട് അയച്ചത്. ദൈവം മണ്ടനല്ല. ട്രാക്റ്റിംഗ് കൊടുത്ത് അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് നിൻ്റെ വീട്ടിലോട്ട് സഹോദരന്മാരോ സഹോദരിമാരോ വന്നത് സ്വർഗമറിയാതെയല്ല. നിൻ്റെ റെസ്പോൺസിലാണ്, നിൻ്റെ മനോഭാവത്തിലാണ് നിൻ്റെ അനുഗ്രഹം. കുഞ്ഞുങ്ങൾക്കുള്ള അനുഗ്രഹം, തലമുറകൾക്കുള്ള അനുഗ്രഹം, ദേശത്തിനുള്ള അനുഗ്രഹം, എല്ലാത്തിൻ്റെ ഒരു സ്റ്റോർ ഹൗസാക്കി നിൻ്റെ വീടിനെ മാറ്റാനാണ് വന്നിരിക്കുന്നത്. നിന്നെ ഒരു സപ്ലയറാക്കാനാണ് വരുന്നത്. അവരവിടെ താമസിച്ചാൽ, നീ അവരെ റിസീവ് ചെയ്താൽ, പിന്നെ ആ ദേശത്തിനുള്ള മുഴുവൻ പ്രൊവിഷനും നിൻ്റെ വീട്ടിൽ നിന്നാണ് പോകുന്നത്. സ്വർഗമൊക്കെ ഒരു വീട്ടിൽ വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് ചെറിയ കാര്യമാണോ? നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. അബദ്ധം പറ്റരുത്. ദൈവദൂതന്മാർ വരുമ്പോൾ, കർത്താവിൻ്റെ ശിഷ്യന്മാർ വരുമ്പോൾ വേണ്ടുമണ്ണം അവരോട് പ്രതികരിക്കാൻ,
സ്വർഗ്ഗം നമ്മളെ സഹായിക്കട്ടെ. യേശുവിൻ്റെ നാമത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് സമൃദ്ധിയും വിശാലതയും നന്മകളും തരുമാറാകട്ടെ, കൃപ നൽകുമാറാകട്ടെ. ആമേൻ.